ഗുഡ് ഈവനിംഗ് ഡേസ്, ഗുഡ് ഈവനിംഗ് സിയാദ് ഇല്ലിക്കൽ ലതോസ് വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റി ഇന്ന് വളരെ സമാധാനപരമായിട്ടുള്ള എക്സ്പയറി. നിഫ്റ്റി ഏകദേശം ഒരു 45 പോയിന്റിന്റെ ഒരു നേട്ടമുണ്ടാക്കി 25,700 ക്ലോസിങ്. സെൻസെക്സ് 83,451 ക്ലോസിങ് നടത്തിയത്. സെൻസെക്സ് 174 പോയിന്റിന്റെ ഒരു ഗെയിൻ നടത്തി. ഈ വളരെ റീസെന്റ് ആയിട്ട് വന്ന ആന്ത്രോപെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, റിലയൻസ് ഓൾറെഡി തന്നെ ടൈപ്പ് ആയിട്ടുണ്ട്. സാങ്കേതിക വിദ്യകളും പ്ലഗിങ്സ് എല്ലാം തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനിയാണ്. എന്തുകൊണ്ടാണ് IT കമ്പനീസ് എരിഞ്ഞത്? ഇതേ കമ്പനീസ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ടായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നത്. കാരണം ഇന്നലെ റിലയൻസ് ആയിട്ട് ടൈപ്പ് ചെയ്തു ഈ ഒരു കമ്പനി, ഇന്ന് ഇൻഫോസിസ് ആയിട്ട് ടൈപ്പ് ചെയ്തു ഈ ഒരു കമ്പനി. അങ്ങനെ മൊത്തത്തിൽ ആഗോള മാർക്കറ്റുകൾ ഇടിയാൻ കാരണമായിട്ടുള്ള അതേ കമ്പനി കാരണം മാർക്കറ്റ് പതിയെ പതിയെ റിക്കവർ ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നേരെ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ്, ITC, ഭാരത് ഇലക്ട്രോണിക്സ്, ഇൻഫോസിസ്, L&T തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഹിൻഡൽകോ, എറ്റേണൽ, ട്രെൻഡ്, ടാറ്റ സ്റ്റീൽ, റിലയൻസ് തുടങ്ങിയ കമ്പനീസാണ്. വീണ്ടും നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിലെല്ലാം തന്നെ ഡൽഹി വരെ EV കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരുന്നു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. PM മോഡി ഈ ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ട് കൂടിക്കാഴ്ചകൾ, മീറ്റിങ്ങുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് മുംബൈയിൽ വെച്ചിട്ട്. ഇനി ഹൈവേ ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനി ഇന്ന് 7% റാലി രേഖപ്പെടുത്തി. 155 കോടി രൂപയുടെ ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ട്, വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ഉള്ള പോലെ തന്നെ. അപ്പോൾ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $60 ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 4,930. സിൽവറും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 74. ബിറ്റ്കോയിനും 67,871. ബ്രൻഡോയിൽ 68. കൂടാതെ തന്നെ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലോസിങ്ങിൽ നിന്ന് വീണ്ടും ഫർദറായിട്ടൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. കൂടാതെ തന്നെ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഗോൾഡ് പതിയെ പതിയെ താഴേക്ക് വരുന്നത്. പക്ഷേ ഈ ഗോൾഡ് ഈ $5,000 പെർ ഔൺസ് എന്ന ആ ഒരു റേഞ്ച് അത് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴായിട്ടും ഈ റേഞ്ച് നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും 5,000 താഴെ വരുന്നുണ്ട്. പണ്ടത്തെ പോലെ ആ ഒരു അഗ്രസീവ് ബൈ ഗോൾഡ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഗോൾഡിൽ ഒരു ബബിൾ ആണ്, ഗോൾഡ് എന്താണ് ഒരു അൺയൂഷ്വൽ മൂവ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഗോൾഡിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല സെൻട്രൽ ഗവൺമെൻറ്റും പല രാജ്യത്തുള്ള സെൻട്രൽ ഗവൺമെൻറ്റും അവരുടെ കരുതൽ ധനം എന്നുള്ള രീതിയിൽ ഗോൾഡിനെ വലിയ തോതിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ ആവരണം മാറ്റി നിർത്തിയാൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ഗോൾഡ് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വരുന്നുണ്ട്. പക്ഷേ $2,000 പെർ ഔൺസ് എന്നുള്ള ഒരു വാല്യൂ ആണ് എൻ്റെ മനസ്സിൽ ഗോൾഡിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലോ ഉള്ളത്. $2,000 പെർ ഔൺസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അത് 5,000 വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം ആശ്ചര്യപൂർവ്വം കാണേണ്ട ഒരു റാലിയായിരുന്നു ഗോൾഡിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാലയളവിൽ ഒരുപാട് പേര് ഗോൾഡിൽ വലിയ തോതിൽ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത് സെൻസെക്സിൻ്റെയൊക്കെ എക്സ്പയറി ആണ്. ഇന്നലെ നമുക്ക് US മാർക്കറ്റിൻ്റെ അവധിയാണ്. അപ്പോൾ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം US മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവുന്നുണ്ട്. പൊതുവേ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ആസ് ഓഫ് നൗ US മാർക്കറ്റിലുള്ളത്. സെൻസെക്സിൻ്റെ എക്സ്പയറി നമുക്ക് ഇനി ഉള്ളത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ ഓരോ എക്സ്പയറീസും വലിയ തോതിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് വേണം അറ്റ്ലീസ്റ്റ് ഇനി പുട്ട് സൈഡിലേക്ക് എങ്കിൽ കൂടിയും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡ്ജ്ഡ് അല്ലാത്ത സ്ട്രാറ്റജീസ് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ സ്ട്രാറ്റജീസും ഹെഡ്ജ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, ഫോളോ ചെയ്യുക. അവിടെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ അവിടെ നമ്മൾ ഇടാറുണ്ട്. നേരെ സ്റ്റോക്കിൽ ഒന്നാമത്തെ വാർത്ത GR ഇൻഫ കമ്പനിയാണ്. 1,897 കോടി രൂപയുടെ ഒരു ഓർഡർ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. ഇൻഫോ എഡ്ജ്, ജീവൻ സാത്തി, നോക്കിരി തുടങ്ങിയ കമ്പനീസിൻ്റെ പുറകിലുള്ള ആളുകളാണ് ഇൻഫോ എഡ്ജ്. അപ്പോൾ ഇൻഫോ എഡ്ജ് പുതിയൊരു സ്റ്റാർട്ടപ്പ് ഹോൾഡിങ്സിലേക്ക് 30 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 668 കോടി രൂപക്ക്
ഗുജറാത്തിലുള്ള ഫ്ലഡ് കൺട്രോൾ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചു. എറ്റേണൽ ഇവർ പവർ AI ആയിട്ട് ഒരു പുതിയ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലിങ്കിറ്റിൻ്റെ എല്ലാം തന്നെ എക്കോസിസ്റ്റം സ്മൂത്തൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുള്ളത്. മാരുതി സുസുക്കി ഇവരുടെ വിറ്റാര ഇതിൻ്റെ പ്രൈസ് 11 ലക്ഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവർക്ക് ഇന്ന് സ്റ്റോക്ക് വളരെ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്ത് സ്റ്റോക്കിൽ നിന്ന് മൾട്ടിപ്പിൾ ഓർഡർ ലഭിച്ചു. സൈഡസ് ലൈഫ് കമ്പനി ഇവർക്ക് ആസ്തമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പുതിയ മെഡിസിൻ കമ്പനി വികസിപ്പിച്ചു എന്ന് കമ്പനി അറിയിച്ചു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 668 അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ന്യൂസാണല്ലേ. ഇവിടെ GR ഇൻഫ പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ഗോകുൽദാസ് എക്സ്പോർട്ട് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 12% കമ്പനി എയിം ചെയ്യുന്നുണ്ടെന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചു. HCL ടെക്ക് ഇവർ AI റവന്യൂ സ്കെയിലിംഗ് $3 ബില്യൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പാരാസ് ഡിഫൻസ് കമ്പനി 49% സ്റ്റേക്ക് ഹിമാൻഷി തെർമലിൽ അക്യൂർ ചെയ്തു. കല്യാൺ ജ്വല്ലേഴ്സ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് 4.65 ലാക്ക് ഷെയർസ് ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്യുകയാണെന്ന് അറിയിച്ചു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി 100 ബില്യൻ്റെ AI ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അനൗൺസ്മെൻറ്റ് നടത്തി. അതാണ് ഇന്ന് അദാനി എൻ്റർപ്രൈസസ് എല്ലാം തന്നെ ടോപ്പ് ഗെയിനേഴ്സിൽ വന്നു. ഇനി എന്താ ന്യൂസ് ഉള്ളത്? സ്ട്രൈഡസ് ഫാർമ കമ്പനി 2 മില്യൻ്റെ ഒരു അക്വിസിഷൻ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷൻ കമ്പനി ഇവർ 2163 കോടി രൂപയുടെ ഒരു ഹൈവേ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. 6% റാലി കമ്പനി നടത്തി. എനിക്ക് തോന്നുന്നു 1-2 നമ്മൾ ടെക്സ്റ്റ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കുള്ള ന്യൂസുകൾ. നമുക്ക് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അവിടെ ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടന്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ചില ഒരു കൂട്ടം ആളുകൾക്ക് ലോങ് വീഡിയോ വളരെ താല്പര്യം, എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് ഷോർട്ട് വീഡിയോ ആണ് താല്പര്യം. ഈ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ ഈ ഒരു അഭിരുചികളിൽ വലിയ തോതിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ചെറിയ വീഡിയോസ് അത് തന്നെ നമ്മൾ പല സമയങ്ങളിലായിട്ടും യൂട്യൂബിൽ ഇടാറുണ്ട്. പക്ഷേ യൂട്യൂബിലുള്ള ലോങ് വീഡിയോസ് ഇപ്പോൾ പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ ഇപ്പോൾ ഈ IT മേഖലയിൽ ഒരു സമയത്ത് നമ്മളത് പ്ലസ് ആണെന്ന് തോന്നും, ചില സമയത്ത് നെഗറ്റീവ് ആണെന്ന് തോന്നും. അപ്പോൾ മൾട്ടിപ്പിൾ പരമായിട്ടാണ് ഇപ്പോൾ അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ വിപണീനെ അല്ലെങ്കിൽ ഈ ഒരു മേഖലേനെ ഏതൊക്കെ രീതിയിലാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഈ വീക്കെൻഡ് എക്സ്പെക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ലൈവ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് പങ്കെടുത്തു. ഈ വെള്ളിയാഴ്ച നമുക്ക് ലൈവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഓൾ.